നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ഓണം സീരീസിലെ ഒരു കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്നറിയോ, ഒരു സാരി മേക്കപ്പ് ലുക്ക് ആട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാരി എടുക്കാൻ അറിയാത്തവർക്ക് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളൊരു 1 മിനിറ്റിൽ അല്ലെങ്കിൽ റെഡി ടു വെയർ സാരിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. വളരെ സിമ്പിളായിട്ടുള്ള വലിയ ആർഭാടങ്ങളോ ഭയങ്കര തിളക്കങ്ങളോ കുറേ പ്രിന്റുകളൊന്നും താല്പര്യമില്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഒരു നീറ്റായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സാരി ഹെയർ സ്റ്റൈൽ മേക്കപ്പ് ലുക്ക് ആട്ടോ നമ്മൾ കാണണം. അപ്പോൾ ഞാൻ നേരം കളയണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സാരി വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതാണ് ബ്ലൗസ്. ഇങ്ങനെ ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ള സാരിയാണ് വരുന്നത്. 1 മിനിറ്റിൻ്റെ സാരിയാണ്. ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമസോണിൻ്റെ ടാഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് ഇടും. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണം, താല്പര്യമുണ്ട്, ഇഷ്ടമായി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണ്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് ഞാൻ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ബ്ലൗസ് നമുക്ക് ബ്ലൗസ് പീസായിട്ട് വരുന്നത് നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യണതാണ്. ഞാനൊരു ബോട്ട് നെക്ക് മാതിരിയാണ് ചെയ്തിട്ടുള്ളത്, ബാക്ക് ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഒരുങ്ങിയിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചെയ്യണത്, ഒന്ന് ഒരുങ്ങിയിട്ട് നമുക്കിതെന്തായാലും ഉടുക്കാം. അപ്പോൾ ഉടുക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ആദ്യം ഞാൻ ചെയ്യണത് ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇതൊരു മോയ്സ്ചറൈസറും നമുക്ക് ചെറുതായിട്ട് കിട്ടും. പിന്നെ നമുക്കൊരു ചെറിയൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരും. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു നമ്മളൊരു ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്ലോയിങ് ഒക്കെ വരും. ആ ഒരു ഫ്രഷ് ഫീൽ തോന്നിക്കും കേട്ടോ. ഇനി ചെയ്യണത് ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് കണ്ണിൻ്റെ അടിയിലൊന്ന് എഴുതി കൊടുക്കാം. കണ്ണിൻ്റെ അടിയിൽ എഴുതാനായിട്ട് ഞാൻ ഈ ഒരു മാമാർത്തിൻ്റെ കാജൽ എടുത്തിരിക്കണേ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ണിൻ്റെ അടിയിൽ മാത്രമേ എഴുതണുള്ളൂ. ഈ സാരിയും വളരെ സിമ്പിളാണ്. അങ്ങനെ തിളക്കങ്ങളോ വലിയ വലിയ ആർഭാടങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണതും. ഇനി നമ്മളിതേ ഈ ഒരു കളർ ബാറിൻ്റെ ഈ ഒരു മൂസ് ടിൻ്റ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഒരു ഫ്രഷ് ഫീൽ തോന്നിക്കാൻ വേണ്ടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലിപ്പൻ ചിക്ക് അതുപോലെ തന്നെ നമുക്കിങ്ങനെ മസ്കാരയൊക്കെ ആയിട്ട് നമ്മുടെ ഐ ഷാഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ലൈറ്റായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ലാക്മിയുടെ ഈ ഒരു ഫേസ് പൗഡർ ഇല്ലേ, ഇത് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് വന്നിട്ട് വാം പിങ്ക് ആട്ടോ. ഇതിൻ്റെ സോഫ്റ്റ് പിങ്ക് ഉണ്ട്, പിന്നെ ഒരു അങ്ങനത്തെ പല കളറും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വാം പിങ്കാണ്. ഇതെങ്ങനെയാണ് വരുന്നത്, ഒന്ന് എടുക്കാം, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കൺമഷൊക്കെ ഒന്ന് പരക്കാണ്ടിരിക്കാനേ ഒന്നിട്ട് കൊടുക്കാം. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ അമിതമായിട്ട് അവിടേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല. അപ്പം ഞാനിങ്ങനെ കണ്ണാടെ നോക്കിയിട്ട് അതൊക്കെ ശരിയാക്കാട്ടാ. പിന്നെ ഇട്ട് കൊടുത്തു. ചുമ ഒന്ന് പെട്ടെന്ന്. അപ്പം അത് സെറ്റ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇത് വന്നിട്ട് നമ്മുടെ മെബിലൈൻ്റെ ഒരു ക്രീമി മാറ്റ് എന്ന് പറഞ്ഞിട്ട് ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാട്ടോ. ഈ ഒരു ഷെയ്ഡ് ഒരു ലൈറ്റ് ഒരു എന്താ പറയുക, ഒരു നൂഡ് ഷെയ്ഡാണ്, ലൈറ്റായിട്ട് നമുക്ക് ഇട്ടത്. അങ്ങനെ അധികം തോന്നിക്കാത്ത ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. പിന്നെ വല്ലാണ്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കോട്ടൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് സെറ്റാവും. ഇതേ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ അധികം അങ്ങനെ ഫൗണ്ടേഷനും ക്രീമുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യണില്ല.
സെറ്റായില്ലേ. ഇനി നമുക്ക് സാരി ഉടുക്കാം കേട്ടോ. നമ്മുടെ ബ്ലൗസ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയൊരു ബോട്ട് നെക്ക് മാതിരിയും കൈത ഇത്രയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സാരി ഇതാണ്. സാരി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ ഉടുത്തതെന്നുള്ളത്. 1 മിനിറ്റിൻ്റെ സാരിയാണ്. അപ്പോൾ ഇങ്ങനെ സാരി ഉടുക്കാൻ അറിയാത്തവർക്കൊക്കെ സിമ്പിളാണ്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ട്, പിന്നെ ഒരു ഇവിടെ വന്നിട്ട് പോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഞൊറിയായിട്ട് ഇവിടെ ചെറിയൊരു എന്താ പറയുക, നമുക്കിങ്ങനെ കൊളത്താനുള്ളൊരു കുളത്തുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ 2 കെട്ടുണ്ട്. ഇതായിട്ട് വള്ളി കണ്ടില്ലേ, നമ്മളിങ്ങനെ അടുപ്പിൽ കുത്തണ മാതിരി ഈ കെട്ട് വെച്ചിങ്ങനെ കെട്ടുക. ഇതാ ഇങ്ങനെ കെട്ടുക. കെട്ടിയതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഹുക്ക് നമ്മൾ ആ ഹുക്കിൻ്റെ ജോയിൻറ്റിലേക്ക്, ഇവിടെ ഹുക്കിൻ്റെ ജോയിൻ്റ് ഉണ്ട്, അവിടെ ജോയിൻ്റ് ചെയ്യുക. പിന്നെ നോർമൽ നമ്മൾ ഇങ്ങനെ ഇടുക. അപ്പം ഞാനിതിപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ വിചാരിക്കണു 1 സൈഡ് ഇടാമെന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഉടുക്കാം കേട്ടോ. ജസ്റ്റും കൂടെ കാണാൻ പറ്റും ഉടുക്കണത്. എന്നാലും ഞാൻ പിന്നെ നമ്മളിങ്ങനെ വെച്ചതുകൊണ്ടേ കുറച്ച് പാടാണ് ഹൊറിസോണ്ടലായിട്ടിരിക്കണേ. അപ്പം അതുകൊണ്ട് തന്നെ കാണിക്കാനായിട്ട് ലെങ്ത്ത് ഫുള്ള് കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഉടുക്കണതെന്നുള്ളത്. ഈ വള്ളി നമ്മളിവിടെ കെട്ടിയിട്ടുണ്ട്. നോർമൽ നമ്മൾ സാരി ഉടുക്കണ മാതിരി തന്നെ നമ്മൾ കെട്ടുക. കെട്ടിയിട്ട് ഇതിൽ മെയിനായിട്ട് ആ ഒരു ഇതിൻ്റെ ഇത് നിൽക്കണത് നമ്മുടെ ഒരു സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് പോക്കറ്റ് നമുക്ക് ഫോണൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഞൊറി നമ്മുടെ ഈ പോർഷനിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നോർമൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എടുക്കണ മാതിരി നമ്മുടെ തലയൊക്കെ എടുക്കില്ലേ, ഇങ്ങനെ എടുക്കണ മാതിരി തലയുടെ ഒരു ഇറക്കമൊക്കെ നോക്കി. എൻ്റെ അമ്മ എപ്പോഴും പറയും ഇങ്ങനെ തല ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ മതി, അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഇവിടെ വന്ന് മുട്ടി ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ പിടിക്കാൻ പറ്റണം. അപ്പം തല പിന്നെ എനിക്ക് വരുന്നത് അത് ഇത്രയും പോർഷനിൽ കൂടുതലാണ്. കാരണം നമുക്ക് അത്രയല്ല വേണ്ടു, ബാക്കി ഇത്രയും പോർഷനിൽ. അപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ വലിച്ചൊക്കെ കുത്തി നമുക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ വിട്ടുകൊടുത്തിട്ട് വലിച്ചു കുത്താം. അപ്പം അതങ്ങനെ ഇവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പം നമ്മൾ സാരിയുടെ സെറ്റാക്കി കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തല, അപ്പം ഞാൻ ഇങ്ങനത്തെ ഇതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 1 സൈഡാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഫ്ലീറ്റൊക്കെ പിടിച്ചിട്ട് നല്ല ഭംഗിയിലാക്കാം കേട്ടോ. ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കെടുക്കും, നല്ലോണം വലിച്ച് കുത്താൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ബ്ലൗസ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബ്ലൗസിൻ്റെ ഒരു ഇത് കാണുന്ന മാതിരി കുത്താം. അപ്പോൾ ഇതേ നമ്മൾ സാരി സെറ്റാക്കി ഉടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ വലിയ സെറ്റൊന്നും ആയിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരി. അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ ഈ ഒരു മാല ഇട്ട് കൊടുക്കണേ. ഇത് വന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ. നമുക്ക് കഴുത്തിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ കമ്മലുണ്ട്, ഇട്ട് കൊടുക്കാം. പിന്നെ മുടി നമുക്ക് അഴിച്ച് കെട്ടണം. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫുള്ള് നമ്മൾ കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഒരു പിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒന്നിങ്ങനെ വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്ക്. മുടി ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ഫുള്ളായിട്ടുള്ളത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പോണവർക്ക് വലിയ മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ല, സിമ്പിളായിട്ട് ഒരുങ്ങി പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡ്രസ്സ് നല്ലതാട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. പിന്നെ ഉടുക്കാൻ അറിയാത്തവർ, ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ, അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉടുത്ത് അങ്ങനെയാണ്ട് പോവാം, കുറേ നേരം ഇതിനു വേണ്ടി ചിലവഴിക്കണ്ട. പിന്നെ അങ്ങനെ ഉടുപ്പിച്ച് തരാനൊന്നും ആരും ഇല്ലാത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നോക്കാൻ പറ്റണതാ. പിന്നെ ഇങ്ങനെ വല്ലാണ്ട് പപ്പറപറയായിട്ട് പറന്ന് നിൽക്കില്ല, ശരീര ആ ഒരു വടിവ് നമ്മുടെ ആ ഒരു അത് കീപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്ലാച്ചിയായിട്ട് നിൽക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒതുങ്ങി തളർന്ന് കിടക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നീലയായിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു നല്ല നീറ്റായിട്ട് തോന്നിക്കും. ഞാനൊരു കുഞ്ഞു പൊട്ടും കൂടി കുത്തിയിട്ടുണ്ട് ഇവിടെ, കറുപ്പ്. അത്രയോളം കുറിയൊക്കെ തൊട്ട സെറ്റാണ്.
അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു മേക്കപ്പ് ലുക്കാണ് ചെയ്തിരിക്കുന്നത്. വലിയ മേക്കപ്പോ കാര്യങ്ങളോ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിലാണ് മെയിനായിട്ട് എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റണ കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഡ്രസ്സാണെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഈ ഫോട്ടോ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയണമല്ലോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാനിതിൻ്റെ ഷോർട്ട് ഇടുമ്പോൾ അതിൽ ഞാൻ എന്തായാലും കൊടുക്കും. അതിലെനിക്ക് കൊടുക്കാൻ പറ്റും എല്ലാ ഡ്രസ്സുകളും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.